അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കറി എന്ത് കറിയാണെന്നല്ലേ? കടലയാണോ? അല്ല. പയറാണോ? അല്ല. പുട്ടും പഴമാണോ? പപ്പടമാണോ? ഇതൊന്നും അല്ലെന്നേ. നല്ല ചക്കക്കുരു കറി വെച്ചേക്കാണ്. ചേടാ, ഈ ചേച്ചിക്ക് ചക്കയും ചക്കക്കുരു അല്ലാതെ വേറെ ഒന്നുമില്ലേന്ന് നിങ്ങൾക്ക് തോന്നൂലേ? പക്ഷെ സൂപ്പറാട്ടോ. നിങ്ങളൊന്ന് വെച്ച് നോക്കിയേ. ഞാൻ കുറച്ച് എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാട്ടോ വെച്ചത്. ചക്കക്കുരു ഞാൻ സത്യം പറഞ്ഞത് ആദ്യമായിട്ടാട്ടോ വെച്ചേക്കണത്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി. കാരണം ഇന്ന് പുട്ടുണ്ടാക്കി. അപ്പോൾ പുട്ടിന് കടല ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നും കടലയും പയറും ആയാലും ഒരു ഇത് സത്യം പറഞ്ഞാൽ കടല ഉണ്ടായില്ല, അത് ശരിയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇനി പുട്ടിന് പഴം ഇഷ്ടമല്ല. കാരണം മധുരം ഇവിടെ ഷുഗറൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ പോലെ എന്നും ദോശയൊക്കെ ആയാലും നമുക്ക് മടുക്കുമല്ലോ. അപ്പോൾ എന്നാൽ ശരി, ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷെ അടിപൊളി. ഇത് സത്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനി പുട്ടിന് അതൊന്നും ചേരൂല, കടലയെ നല്ലത്, അല്ല കടലയാണ് നല്ലത് അല്ലെങ്കിൽ പയറാണ് നല്ലത് എന്ന് പറയുന്നവർ ഇത് ഉണ്ടാക്കണ്ട, അത്രയേ ഉള്ളൂ. ചക്കക്കുരു ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അടിപൊളി സാധനമാണ്. അതിപ്പോൾ പുട്ടിനൊന്നല്ല കേട്ടോ, ചപ്പാത്തിക്കും കഴിക്കാം അല്ലെങ്കിൽ ദോശയ്ക്കായാലും എങ്ങനെ ചോറിൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ അറിയാലോ. പക്ഷെ പുട്ടിന് ഞാനിന്ന് ഉണ്ടാക്കിയത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ചക്കക്കുരു ഇവിടെ വൃത്തിയാക്കി ഞാൻ പാത്രത്തിൽ വെള്ളമൊഴിച്ച് പിന്നെ ചക്കക്കുരുവിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ പോകാം കേട്ടോ. കുക്കറിലൊന്നും വെച്ചില്ല. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ്. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. തക്കാളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇത് പച്ചയ്ക്ക് തന്നെ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം 3/4 ഭാഗത്തോളം ചക്കക്കുരു വെന്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് ചട്ടി വെച്ചു. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിട്ട് കടുകും 2 പച്ചമുളകും മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ അരപ്പും കൂടി ചേർക്കണം. കൂട്ടത്തിൽ വേണമെങ്കിൽ സവാളയോ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചെയ്തില്ല. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരപ്പിൻ്റെ കൂട്ടത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് കാരണം 3/4 ഭാഗത്തോളം വെന്തിട്ടുള്ളൂ ചക്കക്കുരു. അപ്പോൾ നന്നായിട്ട് വേകണ്ടേ. അപ്പോൾ ഇനി ഏകദേശം ഒന്ന് കുറുകി വരുന്ന ഒരു സ്റ്റേജ് കേട്ടോ. ഒരു 7-8 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ അറിയാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. പിന്നെ ഇത് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് പിന്നെയും തിളച്ചുകൊണ്ടിരിക്കണുണ്ടില്ലേ. ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് നല്ല കുറിയ കറിയായിട്ട് വരും കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ചക്കക്കുരു കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.